ഹായ് എവറി വൺ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജനുവരി 16 നടന്ന ടെക്നിക്കൽ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഏപ്രിൽ നടക്കാൻ പോകുന്ന ജൂനിയർ അനലിസ്റ്റ് എക്സാമിന്റെ സിലബസ് വന്നു അല്ലേ. നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, രണ്ടും ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. സോ രണ്ടിനും ഒരേ സിലബസ് തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പോലും വ്യത്യാസം വരുത്തിയിട്ടില്ല അവര് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ആ സിലബസിനെ കൂടുതൽ അറിഞ്ഞ് പഠിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു അനാലിസിസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആൽഫ കോഡ് എ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്നത്. ഇതിൽ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും, ഹയർ സെക്കൻഡറി ലെവലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഫസ്റ്റ് പേജിൽ തന്നെ. അതിൽ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ആ ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കാൻ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഒക്കെ നമ്മൾ +1 പഠിക്കുന്നതാണ് അല്ലെ. +1 തന്നെ പഠിക്കുന്നതാണ് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അയണൈസേഷൻ എനർജിയൊക്കെയും അതുപോലെ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചർ ഒക്കെ നമുക്ക് നമ്മൾ ആ ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ തന്നെ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് അത്രയും അവിടെ ഒരു മാർക്ക് കുറവ് വരും നമ്മളത് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമ്മളെ ഒന്ന് കറക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സമയത്തിനെ കൂടുതലായിട്ടും ഇല്ലാതാക്കിയത് അല്ലെ. അത് പ്രോബ്ലംസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആയിരുന്നു അല്ലെ. നമുക്ക് കൂടുതലായിട്ടും ഇപ്പൊ PSC സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. കാര്യം നമ്മളത് കൂടുതലായിട്ട് ആ ഒരു വിഷയത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കാനും സമയമെടുക്കും. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് കുറെ സമയമെടുക്കും. നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ തന്നെ ആദ്യത്തെ ഒരു ബേസിക് ലെവലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയില്ലേ, ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ +2 ലെവലിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ് നമ്മുടെ ഓർഗാനോ മെറ്റാലിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ്. നോക്കിക്കേ, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റിനെ കുറിച്ച്, ഫിഷർ ട്രോപ്പ് സിന്തസിസിനെ കുറിച്ചൊക്കെ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതാണ് വാക്കർ പ്രോസസ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സീഗ്ലർ-നെട്ട പോളിമറൈസേഷൻ, അതുപോലെ തന്നെ 16 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അത് ഈ ഒരു ടൈപ്പ് മാത്രമല്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ 1ഉം 2ഉം ശരി 2ഉം 3ഉം ശരി അങ്ങനെ മാത്രമുള്ളതല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ വുഡ്സ് റിയാക്ഷനെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ, ഇതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ വുഡ്സ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷനിൽ ഇതാണ്ട് ഇത് കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്നല്ല ചോദിച്ചിട്ടുള്ളത്. പകരം തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു നോക്കിയതിനു ശേഷം നമ്മൾ ആ വുഡ്സ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മൊത്തം 16 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് പറ്റുന്നത്. ഉറപ്പായിട്ടും നമ്മൾ അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കുറെ അധികം സമയം തന്നെ എടുക്കും. നമ്മൾ ആ ഒരു ടോപ്പിക്ക് നന്നായി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, കൂടുതലും മോക്ക് എക്സാംസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു മോക്ക് എക്സാംസ് എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ സമയം പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നത്, റിയൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറെ റിയാക്ഷൻസ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾ, അതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഈ ഒരു കാറ്റലിസ്റ്റിന്റെ കേസ്, അതായത് നമ്മുടെ ഫിഷർ ട്രോപ്പ് സിന്തസിസ്, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലി ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന കുറെ ഫീൽഡുകളാണ്. അതായത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ റിയൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഈ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാക്കർ പ്രോസസ്സ്, സീഗ്ലർ-നെട്ട പോളിമറൈസേഷൻ. ഇതെല്ലാം പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറൊന്നാണ് ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആകെ സിലബസിൽ 2 ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സിനെ കുറിച്ചായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അത് ഡൈ ഈഥൈൽ മെലോണേറ്റും അതുപോലെ തന്നെ ഈഥൈൽ അസറ്റേറ്റും ആയിരുന്നു അല്ലെ. അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻസും ആപ്ലിക്കേഷൻസും സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്.
അതായത് നമ്മുടെ ഈ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആപ്ലിക്കേഷൻസ് വരുന്ന കോമ്പൗണ്ടുകൾ, റിയാക്ഷൻസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സിലബസിൽ പേരെടുത്ത് പറയുന്ന റിയാക്ഷൻസ് നമ്മൾ എന്തായാലും പഠിക്കണം എന്നുള്ളത്. അതും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇതാ നോക്കിക്കേ, നമ്മുടെ ബെയർ വില്ലിജർ ഓക്സിഡേഷൻ പേരെടുത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാനിസാറോ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആരോമാറ്റിക് ഹെട്രോസൈക്കിൾസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആരോമാറ്റിക് ഹെട്രോസൈക്കിൾസിനകത്ത് സ്ക്രാപ്പ് സിന്താസിസ്, ക്യുനോലിൻ സിന്താസിസ്, ഫ്രീഡ്ലാൻഡർ സിന്താസിസ്, അതുപോലെ തന്നെ ബിഷ്ലർ നാപ്പറാൽസ്കി സിന്താസിസ്, ഇതെല്ലാം തന്നെ പേരെടുത്ത് പറയുന്ന സിന്താസിസുകളാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ പേരെടുത്ത് പറയുന്ന റിയാക്ഷൻസ് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയേണ്ടത് ഒരു അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ബേസിക് റിയാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ SN1 SN2, അതുപോലെ തന്നെ E1 E2 എലിമിനേഷൻ റിയാക്ഷനുകൾ, അതുപോലെ ഇലക്ട്രോണിക് ഇഫക്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ്ട് നമ്മുടെ 49-ാമത്തെയും 50-ാമത്തെയൊക്കെ ക്വസ്റ്റ്യൻ ആ ഒരു പോർഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെയും അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെയും ആ ഒരു ലോൺ പെയർ എബിലിറ്റിനെയൊക്കെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ 50-ാമത്തെ ചോദ്യവും അതുപോലെ തന്നെ 49-ാമത്തെ ചോദ്യവും ഒക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ബേസിക് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചാൽ നമുക്ക് ഓർഗാനിക്കിൽ നിന്നുള്ള ഒരു 80% ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതായത് SN1 SN2 ചോദിച്ചിട്ടുണ്ടായിരുന്നു, E1 E2 എലിമിനേഷൻ, സിമ്പിൾ റിയാക്ഷൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ബേസിക് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയേനെ. അതുപോലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു 43-ാമത്തെ ചോദ്യം, ബെയേഴ്സ് സ്ട്രെയിൻ തിയറി. നമ്മൾ ഡിഗ്രി ലെവലിലോ PG ലെവലിലോ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കേ അല്ല ബെയേഴ്സ് സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സിലബസിൽ അങ്ങനെ ഒരു തിയറി എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ബെയേഴ്സ് സ്ട്രെയിൻ തിയറിയും അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേഷനകത്ത് വരുന്ന ജോൺ ടെല്ലർ ഇഫക്റ്റും ഒക്കെയാണ്. ജോൺ ടെല്ലർ തിയറം ഒക്കെ അവിടെ എടുത്തു പറയുന്ന തിയറികളാണ് അല്ലെ. അപ്പൊ ഈ ബെയർ സ്ട്രെയിൻ തിയറി നമ്മൾ അങ്ങനെ പഠിക്കാതെ വിടാൻ ഉള്ള ഒരു ഏരിയ ആണ്. നമ്മൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അല്ലെ. കാര്യം നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിലെ ഈ ഒരു ക്വസ്റ്റ്യൻ, 6-ാമത്തെ ക്വസ്റ്റ്യൻ, ഹീലിയം ഡസ് നോട്ട് ഫോം ക്വിനോൾ ക്ലാത്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലാത്രേറ്റ് എന്ന് പറയുന്ന പോർഷൻ നിന്ന് ചോദിച്ചിരിക്കുന്നതാ. നമ്മുടെ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസസ് എന്ന് മാത്രമേ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് വരുന്ന ഒരു പോർഷനാണ് ഈ ക്ലാത്രേറ്റ്. നമ്മൾ പഠിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു പോർഷൻ തന്നെയാണ് ക്ലാത്രേറ്റ്. പക്ഷെ അവിടെ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. ഇതൊന്നും ആരും പഠിക്കാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ അൺഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് വിടുന്ന പോർഷനുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വിടാൻ പോർഷൻസ് ഇല്ല. നമ്മൾ എല്ലാ പോർഷൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു ചെറിയ പോർഷൻ, അതായത് കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഒക്വറൻസ് ആൻഡ് യൂസസ് ഓഫ് നോബിൾ ഗ്യാസസ് എന്ന് മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണിത്. ഇത് ഒട്ടുമിക്ക ആരും അറ്റൻഡ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതും ബെയർ സ്ട്രെയിൻ തിയറി അല്ലേ. നമ്മൾ അൺഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് വിടുന്ന പോർഷൻസ് ആണ് ഇതൊക്കെ. പിന്നീട് നമ്മൾ പറയുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഗ്രി ലെവലിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇതാ നോക്കിക്കേ, സ്പെക്ട്രോസ്കോപ്പിക്കൽ ഡാറ്റാസ് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ 38-ാമത്തെ ചോദ്യം, ഡാറ്റ തന്നിട്ടുണ്ട്, സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റ തന്നിട്ടുണ്ട്, നമ്മൾ കോമ്പൗണ്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് PG ലെവലിലേക്ക് നോക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ നോർമലി PG ലെവൽ എക്സാംസിനൊക്കെയാണ് ഇങ്ങനെ സ്പെക്ട്രൽ ഡാറ്റ തന്നിട്ട് നമ്മൾ കോമ്പൗണ്ടിനെ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വരാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് തന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ സിലബസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് IR UV NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് ഒരു ലൈൻ ആയിട്ട് തന്നെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കതങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല. കാര്യം ഇതും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ലാബുകളിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻസ് ഉള്ള
കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും പഠിച്ചിരിക്കണം. നമ്മളത് വെറുതെ വിടാനായിട്ട് പാടില്ല. ഈ 100ാമത്തെ ക്വസ്റ്റ്യനും ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത് ഡിഗ്രി ലെവലിൽ പഠിക്കുന്നത് തന്നെയാണ്, പക്ഷേ ഒരു ഡിഗ്രി ലെവൽ എക്സാമിലും PSC നടത്തിയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിലും നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി PG ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ വന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇതിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞുവെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ PG ലെവലിൽ നിന്ന് വന്നൊരു ചോദ്യമായിരുന്നു ക്യൂ ടെസ്റ്റ്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ക്യൂ ടെസ്റ്റിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതും PG ലെവലിൽ മാത്രം നമ്മൾ പഠിക്കുന്നതാണ്, ക്യൂ ടെസ്റ്റ്, F ടെസ്റ്റ് ഒക്കെ. അപ്പോൾ നമുക്ക് PG ലെവലിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി പോർഷൻസിൽ നിന്നും ഏകദേശം 15 പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? 15ഓളം പ്രോബ്ലംസ് മാത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് PSC ഇട്ടിട്ടുള്ളത്. നമ്മൾ കൃത്യമായി മോക്ക് എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരുന്ന് നമ്മുടെ സമയം പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓർഗാനിക് റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് സിലബസിൽ പേരെടുത്ത് പറയുന്ന റിയാക്ഷൻസ് ഒരു 10 എണ്ണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്ര മാക്സിമം നമ്മൾ പഠിച്ചു വെക്കുക. അതിന്റെ റിയേജൻസ്, പ്രോഡക്ട്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. നിങ്ങൾക്കൊരു ഹയർ റാങ്ക് ഒക്കെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ അൺഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും വിടുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഉറപ്പായും പഠിച്ചു വെച്ചേക്കുക. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നമ്മുടെ ആ സിലബസിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ കളയാനായിട്ട് പറ്റില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ടോപ്പിക്കുകളിൽ നിന്നാണ് ഇപ്പോൾ PSC ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സാംസ് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആകെയുള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം നമ്മുടെ ഏപ്രിലിൽ നമ്മുടെ ജൂനിയർ അനലിസ്റ്റ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് അനാലിസിസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തി നിങ്ങൾ ഇനി ആ ഒരു സിലബസിനെ നോക്കുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.